ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോഴിക്കോട് ബൈപ്പാസിൽ തൊണ്ടയാട് ഫ്ലൈ ഓവർ കഴിഞ്ഞ് വരുന്നൊരു ഭാഗത്താണ്. ഇവിടുന്ന് നമ്മൾ മലാപ്പറമ്പ് ഭാഗം വരെയാണ് പോകുന്നത്. അപ്പോൾ പുതുതായിട്ട് എന്തൊക്കെയാണ് വർക്കിൽ മാറ്റം വന്നത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഹൈവേന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ കാണാൻ നമുക്ക് സർവീസ് റോഡിന്റെ ഭാഗത്ത് വലിയ രീതിയിലാണ് ഡ്രെയിനേജ് കൊടുത്തിട്ടുള്ളത്. സർവീസ് റോഡിൽ ഭാഗമായിട്ട് വരുന്ന ഡ്രെയിനേജും സർവീസ് റോഡും കൂടെ ഒരുമിച്ചാണ് ഇവിടെ വരുന്നത്. ഇവിടെ വെള്ളം ഒഴുകി പോകുന്ന ഒരു തോടും കൂടെയാണ് കാണാം. ഇങ്ങോട്ടൊരു ചെറിയ റോഡ് കടന്നു പോകുന്നുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോഴും വലിയൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ അന്നും കാണിച്ച പോലെ തന്നെ ഇവിടെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കുന്ന പോലെ തന്നെയാണ്. ഇവിടെ ക്രാഷ് ബാരിയറിന്റെ വർക്കൊന്നും നടന്നിട്ടില്ല. അവിടെയും ഇവിടുന്ന് വാഹനങ്ങൾ കയറി വരുന്ന ഒരു ഭാഗം കൂടെയാണ്. തൊണ്ടയാട് ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് വാഹനങ്ങൾ കയറി വരുന്ന ഒരു ഭാഗം കൂടെയാണ്. ഇവിടെ പുതിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇവിടെ ക്രാഷ് ബാരിയറിന്റെ വർക്ക് ഇനിയും ബാക്കിയുണ്ട്. ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്തൂടെയാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഇവിടെ കാണാം ഈ തോടിന്റെ ഉള്ളിൽ, ഈ ഡ്രൈനേജിന്റെ ഉള്ളിലൂടെ നല്ല രീതിയിൽ വെള്ളം ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണാം നമുക്ക്. ഇവിടെ കുറച്ച് ഭാഗം ഇനിയും കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. ഈ ഭാഗത്ത് വർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ കാണാം നല്ല കുത്തി ഒഴുകുന്നുണ്ട് വെള്ളം. അപ്പൊ അങ്ങോട്ടുള്ള ഭാഗത്തൊക്കെ കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം മാത്രമായിരിക്കും ഇവിടെ ടാറിങ് ചെയ്യാൻ. ബാക്കിയുള്ള ഭാഗമൊക്കെ ഇങ്ങനെ തോട് പോലെ ആണ് കാണുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത ഒരു റോഡ് തന്നെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് ഇനി മലാപ്പറമ്പ് ഭാഗത്തേക്കാണ് പോകാനുള്ളത്. അതിൻ്റെ മുൻഭാഗത്തൊക്കെ ഇനി വരുന്ന ഭാഗങ്ങളിലൊക്കെ എങ്ങനെയാണ് ഇപ്പോഴുള്ള വർക്ക് എന്താണ് നോക്കാം നമുക്ക്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഒക്കെ എടുക്കാൻ വന്ന സമയത്തൊക്കെ കുറെ ഭാഗത്ത് റോഡുകളൊക്കെ പൊട്ടിപ്പോയിരുന്ന്. അവിടെയൊക്കെ എന്താണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അതിന്റെ ശേഷമാണ് നമ്മുടെ മലാപ്പറമ്പ് ഭാഗത്തേനെ റോഡ് മണ്ണിടിഞ്ഞ് വീഴുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടിരുന്നു വാർത്തകളിൽ. അപ്പൊ നമ്മൾ അതിന്റെ ശേഷം അങ്ങോട്ട് പോയിട്ടില്ല. മഴ കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പൊ പുതിയ മാറ്റങ്ങൾ എന്താണെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതാണ് ഇവിടെയുള്ള തോട്. ഇങ്ങോട്ടുള്ള ഒരു ചെറിയൊരു റോഡുണ്ട്. ഈ ഭാഗത്തേക്ക് ഒരു ചെറിയ റോഡുണ്ട്. ഇവിടെയാണ് ഹൈവേയിലേക്ക് കയറി വരുന്ന ഒരു ഭാഗം. തൊണ്ടയാട് ഭാഗത്തുനിന്ന് ഈ ഭാഗത്താണ് ഇങ്ങനെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടക്കുന്നത്. ഇവിടെ ഒന്നും ക്രാഷ് ബാരിയർ വെച്ച് അടച്ചോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇനി മുന്നോട്ട് പോയി നോക്കാം. ബാക്കിയുള്ള ഭാഗത്ത് എന്താണെന്ന് നോക്കാം. നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം. വാഹനങ്ങളുടെ വേഗത കാണിക്കുന്നത്. കാറ് 100, മറ്റുള്ള ട്രക്ക് അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ 80 സ്പീഡിൽ പോകാൻ വേണ്ടിയുള്ള ഒരു ബോർഡൊക്കെ കൊടുത്തത് കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട്, അത് നോക്കാം. ഇതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്ന ഡ്രൈനേജിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെയാണ് വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വർക്കുകളൊക്കെ നടക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇവിടെ നിന്ന് വർക്കേഴ്സ് ഒന്നും കാണുന്നില്ല. എന്താ അറിയില്ല, വർക്കൊന്നും നടക്കുന്നത് കാണുന്നില്ല. അപ്പോൾ ഇവിടെയൊക്കെ ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് സ്ലാബുകൾ വരാനുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ്, റോഡിന്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട്. അപ്പൊ ഇവിടെ വലിയ ബിൽഡിങ്ങുകളൊക്കെ വരുന്നുണ്ട് കാണാം നമുക്ക്. അപ്പൊ ഇനി മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള ഭാഗത്ത് എങ്ങനെയാണെന്ന്. അവിടെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയർ ജോയിന്റിങ് ഉണ്ട്. ഇവിടെ വാഹനങ്ങളുടെ സ്പീഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞു. അവിടെ ബോർഡുകളൊക്കെ കൊടുത്ത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മലാപ്പറമ്പ് ഭാഗത്തേക്ക് പോവാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പനത്തുത്തായം എന്ന് പറഞ്ഞ ഭാഗത്താണ് എത്തിയിട്ടുള്ളത്. ഇവിടെ അങ്ങനെ ഒരു ബോർഡൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഇവിടെ വലിയൊരു റോഡുണ്ട്, കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന കാണാൻ. നമുക്ക് ഈ ഭാഗത്തേക്കുള്ള ഒരു റോഡുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ഓരോ വീഡിയോ എടുക്കാൻ വരുന്ന സമയത്തും പറയുന്നതാണ്, ഇവിടെ അണ്ടർപാസ്, ഓവർപാസ്, ഫ്ലൈ ഓവർ ഒന്നും കൊടുക്കാത്തൊരു സ്ഥലമാണ്. എങ്ങനെയാണ് ഇവിടുത്തെ എങ്ങനെയായിരിക്കും, ഇവിടെ അടച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതൊന്നും അറിയില്ല. കണ്ടില്ലേ, വാഹനങ്ങൾ ഇങ്ങനെ വളരെ വേഗത്തിൽ കടന്നു പോകുന്നൊരു ഭാഗത്ത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ, കാറൊക്കെ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന ഒരു ഇതുണ്ട് ഇവിടെ സ്ഥിതിഗതികൾ. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ജംഗ്ഷൻ പോലെയാണ്. ഇവിടെ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. ഇതാണ് ഇങ്ങോട്ടുള്ള വഴി.
അങ്ങോട്ട് നേരെ കടന്നു പോകുന്ന ഒരു റോഡും ഉണ്ട്. ഇവിടെ സിഗ്നൽ ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വർക്ക് എങ്ങനെയാണെന്നുള്ള ഒരു പ്ലാനിങ്ങും ഇല്ല. അതിൻ്റെ ഒരു തുടക്കമൊന്നും ഇവിടെ കാണുന്നില്ല. എങ്ങനെയാണ് വർക്ക് തുടങ്ങാനുള്ള ഇവിടെ സർവീസ് റോഡിന്റെ വർക്കുകൾ ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ തുടക്കമിട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഭാഗത്തേക്കും സർവീസ് റോഡിന്റെ വർക്കുകൾ കുറച്ച് ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഡ്രൈനേജ് വർക്ക് ഫുള്ളായിട്ടുണ്ട്. ഇവിടെ കാണാൻ ടാറിങ് ഒക്കെ ചെയ്തത്. ഇതിന്റെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ആയിരിക്കാം ആ ഭാഗങ്ങളിലൊക്കെ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടുത്തെ സർവീസ് റോഡിന്റെ ഭാഗം കുറച്ച് വീതിയൊക്കെ ഉള്ള പോലെ തോന്നുന്നുണ്ട്. ചില ഭാഗത്തൊക്കെ ഇപ്പൊ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയില് കുളപ്പുറം കൂരിയാട് ഭാഗത്ത് വീഡിയോ ചെയ്ത സമയത്ത് സർവീസ് റോഡിന്റെ വീതിയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഈ കോൺക്രീറ്റ് ചെയ്ത റോഡിന്റെ അത്രയും വീതി ഇല്ലാതെയാണ് സർവീസ് റോഡും ഡ്രൈനേജും ഒന്നിച്ച് വന്നിട്ടോ ഇത്രയും വീതി കുറവാണ്. അപ്പൊ പല ഭാഗങ്ങളിലും പല രീതിയിലാണ് ഇപ്പോൾ ഹൈവേയില് സർവീസ് റോഡിന്റെ വലിപ്പം വരുന്നത്. ഓരോ ഭാഗത്ത് അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. എന്താണെന്ന് അറിയില്ല. അപ്പോൾ കുറച്ച് ആ ഭാഗത്താണ് അവിടെ ഒരു വയൽ വരുന്നുണ്ട്, ഒരു ഭാഗമുണ്ട്. ആ വയലൊക്കെ വരുന്ന ഭാഗത്താണ് റോഡ് കുറച്ച് താഴ്ന്നൊക്കെ പോയിന്ന്. അപ്പൊ നമ്മൾ അതൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നു. ഇനി അതിന്റെ ശേഷം അവിടെ എന്തൊക്കെയാ വർക്കുകൾ ചെയ്തു എന്നറിയില്ല. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഈ ഭാഗത്തും ഇങ്ങനെ ഒരു ക്രാഷ് ബാരിയർ കൊടുക്കാൻ സാധ്യതയുണ്ട്. അതിനു വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ ഇവിടെ കമ്പിയൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നുണ്ട്. ഈ ഭാഗം വരെയാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്, സൈഡിൽ കോൺക്രീറ്റ്. ഇപ്പൊ ഇങ്ങനെയുള്ള ഭാഗത്ത് വേഗം കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങിപ്പോയിട്ട് റോഡ് തായാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു കാരണത്താൽ അവര് വേഗം വന്ന് എല്ലാ ഭാഗത്തും ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളമൊക്കെ ഒഴുകി വരുന്നത് ഇങ്ങോട്ടാണ് തോന്നുന്നത്. ഈ ഭാഗത്തൊരു തോടിന്റെ ഓപ്പൺ ആക്കി വെച്ചൊരു ഭാഗം കാണുന്നുണ്ട്. അപ്പൊ ഇവിടെയാണ് വർക്കേഴ്സൊക്കെ ഇവര് താമസിക്കുന്നത് തോന്നുന്നത്. ഇവിടെയൊക്കെ ഇവരെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അവിടെ കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയറിന്റെ ഇങ്ങനെയുള്ള മതിൽ ഭാഗത്ത് ക്രാഷ് ബാരിയറിന്റെ വർക്ക് ഇനിയും ബാക്കി ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും മറ്റുള്ള ഭാഗത്തൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പൊ ഞാൻ കുറച്ചുകൂടെ മുന്നോട്ട് വന്നിട്ട് ഞാൻ ഈ വഴി തന്നെയാണ് വന്നിട്ടാ. ഈ ഭാഗത്തൊക്കെ റോഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർ ക്ലിയർ ആക്കാത്തോണ്ടായിരിക്കാം എന്താ അറിയില്ല. ഇവിടൊക്കെ മണ്ണും ചെളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മണ്ണ് കൂട്ടിയിട്ട് കാണാം. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു സ്ലോപ്പ് ആക്കിയിട്ട് ഇങ്ങനെ നിർത്തിയതാണ്. കറക്റ്റായിട്ട് റോഡ് ടാറിങ് ഇനിയും വരാനുണ്ടാകും. ഒരു പക്ഷേ ഇതൊരു ഫസ്റ്റ് കോട്ട് ടാറിങ് ആയിരിക്കാം. ടാറിങ്ങും ചെയ്തിട്ടുണ്ട്, സ്ലാബിന്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടെ കാണാൻ വാഹനങ്ങൾക്കൊന്നും കറക്റ്റായിട്ട് അങ്ങോട്ട് കയറി പോകാനുള്ള ഒരു രീതിയിലേക്ക് വർക്ക് ചെയ്തിട്ടില്ല. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വയൽ പ്രദേശമാണ്. ഇവിടെ ആ ഭാഗത്താണ് ഇനി കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയറിന്റെ വർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ കുറച്ച് ഭാഗം താഴ്ന്നു പോയെന്നൊക്കെ നമ്മൾ കാണിച്ചിരുന്നത്. അവിടെ പോയി നോക്കാം നമുക്ക്. അത് കഴിഞ്ഞിട്ടാണ് മുന്നോട്ടുള്ള മറ്റു ഭാഗത്തൊക്കെ നോക്കാം. ഇവിടെയൊക്കെ വെള്ളം വന്ന് വീഴുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ കുറച്ച് ഭാഗം വിട്ടിട്ടുണ്ട്. നല്ല രീതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പൊ ഇവിടേക്ക് വരുമ്പോൾ ഈ ഭാഗത്താണ് ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ബാക്കി ഉണ്ടായിരുന്നത്. ഇതാണ് നാം പറഞ്ഞ വയൽ പ്രദേശം. ഇവിടെയാണ് ഈ ഭാഗത്തായിരുന്നു റോഡ് കുറച്ച് ഭാഗത്ത് താഴ്ന്നു പോയിന്ന് വിണ്ട് കയറിയ ഇതൊക്കെ കണ്ടിരുന്നേ. അപ്പോ അതൊക്കെ അടച്ചിട്ടുണ്ട്. അതിന്റെ ശേഷം ഇവിടെ മുകളിലൊക്കെ ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മഴ വന്നതിന്റെ ശേഷം ഒരുപാട് ഭാഗത്ത് റോഡ് വിണ്ട് കയറുകയും പൊട്ടി വീഴുന്നൊക്കെ വാർത്തകൾ നമ്മൾ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊക്കെ കുറച്ച് നല്ല വെയിലുണ്ട്. അപ്പൊ ഇവിടെയാണ് ഇങ്ങനെയാണ് കാണുന്നത്. ഇനിയുള്ള വർക്കുകൾ ഇതുപോലുള്ള ഭാഗത്തൊക്കെ ക്രാഷ് ബാരിയറിന്റെ വർക്കുകൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടേക്ക് വരുമ്പോഴും പുതിയൊരു മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ
ആ ഭാഗത്തൊക്കെ ക്രഷ് ബാരിയർ വെച്ച് അടച്ചതായിട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ നീ ക്രഷ് ബാരിയർ സെന്റർ ഭാഗത്ത് ക്രഷ് ബാരിയർ വരാനുണ്ട്. ഇവിടെ ഒരു ക്യാമറന്റെ കാലൊക്കെ കൊടുത്തിട്ടുണ്ട് പുതിയതായിട്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ ഡ്രൈനേജിന്റെ വർക്ക് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടുള്ള ഭാഗത്തേക്ക് വരാനുണ്ട്. സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ നടക്കാനുണ്ട്. ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കുണ്ട് വർക്ക്. അപ്പുറത്താണ് എന്തൊക്കെയോ കുറച്ച് മണ്ണൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. നോക്കാം നമുക്ക് അങ്ങോട്ട്. ഇവിടെ സർവീസ് റോഡിന്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട്. ടാറിങ് നടന്നിട്ടുണ്ട്. ഇനി ഡ്രൈനേജിന്റെ വർക്ക് നടന്നിട്ടില്ല, അത് നടക്കാനുണ്ട്. ഇവിടെ പൈപ്പുകൾ കാണാം നമുക്ക്. ഇതിന്റെ അടിയിലൂടെയാണ് വലിയ പൈപ്പുകളൊക്കെ കടന്നു പോകുന്നത്. കുടിവെള്ള പദ്ധതിന്റെ ജപ്പാൻ കുടിവെള്ള പദ്ധതി പറഞ്ഞ പൈപ്പൊക്കെ ഇട്ടിരുന്നത്. അപ്പൊ ഇവിടെ ഈ ഹൈവേന്റെ ഭാഗത്തായിരുന്നു, അത് മാറ്റി സ്ഥാപിച്ചതാണ് അങ്ങോട്ട്. അതിന്റെ വർക്കുകളൊക്കെ അവിടെ നടന്നിരുന്നു. ഈ ഫുള്ളായിട്ട് ഇതിന്റെ താഴ്ഭാഗത്തൂടെയാണ് ഈ പൈപ്പ് കടന്നു പോകുന്നത് ഡ്രൈനേജിന് ഈ സർവീസ് റോഡിലൂടെ. അപ്പോൾ ആ ഭാഗത്താണ് ഈ ഭാഗത്തിൽ നിന്നൊക്കെ വരുന്ന വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ അടക്കും. ഇതായിരുന്നു ആദ്യം ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കടന്നതിന് ഒരു ജംഗ്ഷനും കൂടെയാണ്. അപ്പോൾ ഇവിടെ ആളുകൾ കംപ്ലൈൻറ്റുകളൊക്കെ കൊടുത്തിരുന്നു, പരാതികളൊക്കെ കൊടുത്തിരുന്നു. ഇവിടെ ഒരു അണ്ടർപാസ് വേണമെന്ന് പറഞ്ഞിട്ട് അതൊന്നും വന്നിട്ടില്ല. അണ്ടർപാസും ഫ്ലൈ ഓവറും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് മലാപ്പറമ്പ് ഫ്ലൈ ഓവർ വരുന്നത്, ഓവർപാസ് വരുന്നത്, സോറി. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഈ ഇത്ര അടുത്ത് വീണ്ടും കൊടുക്കാത്തത്. അവിടെയാണ് ഒരു ബോർഡൊക്കെ കാണാം ആ ഭാഗത്ത്. മുമ്പ് വെച്ചൊരു ബോർഡാണ് തോന്നുന്നത്. റോഡ് നിർമ്മാണം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മലാപ്പറമ്പ് ഗോൾഫ് ലിങ്ക് റോഡ് അടച്ചതിനെതിരെയാണ് ഇവിടെ ഒരു പ്രക്ഷോഭം ഉണ്ടായിട്ടുണ്ട്. ഒരു പരാതിയൊക്കെ വന്നിരുന്നു, പക്ഷെ അതൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല തോന്നുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അവിടെ താഴെ ഒരു അണ്ടർപാസ് ഉണ്ട്, ഇവിടെ ഒരു ഓവർപാസ് കൊണ്ട് കൊടുത്തിട്ട് കുറച്ചപ്പുറത്ത്. അപ്പോൾ അവിടെയാണ് റോഡ് പൊട്ടി വീണതൊക്കെ വാർത്തകൾ. നമ്മളവിടെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് നടക്കുന്ന സമയത്തായിരുന്നു അവിടെ വന്നിരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്താണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ മലാപ്പറമ്പ് ജംഗ്ഷനിലേക്ക് എത്താറായിട്ടുണ്ട്. ഇവിടെയാണ് ഓവർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ് കഴിഞ്ഞ ഒരാഴ്ച മുന്നേ വാർത്തയിലൊക്കെ കണ്ടത്. ഇവിടെ കോൺക്രീറ്റ് ഭിത്തിയൊക്കെ തകർന്ന് താഴ്ന്നു പോയി, റോഡ് താഴ്ന്നു പോയി എന്നുള്ള ഒരു വാർത്തകളൊക്കെ കണ്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്ത് ഇനിയും സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ നടക്കാനുണ്ട്. ഇവിടെ ഒന്നും കാണുന്നില്ല. ഇവിടെയൊക്കെ മണ്ണ് ലെവൽ ചെയ്തതുപോലും കാണുന്നില്ല. ഇവിടെ ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടക്കാനുണ്ട്. എന്താണ് ഇവിടുത്തെ എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അതിൻ്റെ അപ്പുറത്തൂടെ ഒരു റോഡ് കടന്നു പോകുന്നുണ്ട്. നമ്മൾ നേരത്തെ അവിടെ കണ്ട ഒരു ചെറിയ റോഡിൽ, ആ റോഡും ഇങ്ങനെ ഇതുമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. ഒരുപക്ഷെ അത് കണക്റ്റ് ആവുന്നത് കൊണ്ട് ഈ ഭാഗത്ത് ഇനി സർവീസ് റോഡ് എടുക്കുന്നില്ല, ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഇവിടെ സർവീസ് റോഡിൻ്റെ ഒരു വർക്കൊന്നും കാണുന്നില്ല. ഇവിടെ കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് നടക്കുന്ന സമയത്താണ് നമ്മൾ ലാസ്റ്റായിട്ട് ഇവിടെ വന്നത്. ആ സമയത്തൊക്കെ വളരെ വേഗത്തിൽ നല്ല രീതിയിൽ വർക്കുകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു. ഇവിടെ നല്ല ആഴത്തിൽ ഫൗണ്ടേഷൻ കൊടുത്തിട്ട് തന്നെയാണ് അതൊക്കെ അന്ന് സമയത്ത് ചെയ്ത്. നമ്മൾ അന്ന് അതിൻ്റെ ഒരു വീഡിയോ കൊടുത്ത് ഞാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ എടുത്ത് ഇടാൻ നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ ഫൗണ്ടേഷൻ്റെ വർക്കൊക്കെ ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ട് കോൺക്രീറ്റ് വാള് തുടക്കമിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നല്ല വീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതിൻ്റെ ഫൗണ്ടേഷനൊക്കെ കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് അറിയില്ല. ആ ഭാഗത്ത് റോഡ് താഴ്ന്നു പോയി. അതിൻ്റെ ശേഷം അവിടെ ടാറിങ് നടന്നിരുന്നു നോക്കാം. ഭിത്തി തകർന്നിട്ടില്ല എന്നാണ് തോന്നുന്നത് കോൺക്രീറ്റിൻ്റെ. വാഹനങ്ങളൊക്കെ ഇതിലൂടെ നല്ല രീതിയിൽ കടന്നു പോകുന്നുണ്ട് കോഴിക്കോട് കണ്ണൂർ ഭാഗത്തേക്ക്. ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്ത് ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ ടാറിങ് ബാക്കിയുണ്ട്. സൈഡിൽ ഫുള്ളായിട്ട് ക്രഷ് ബാരിയർ വെച്ച് സെൻറ്റർ ഭാഗത്ത്. അപ്പുറത്താണ് ഇനി സർവീസ് റോഡിൻ്റെ വർക്കുകൾ നടക്കാനുള്ളത്. നമ്മൾ അവിടെ കണ്ടില്ലേ, ആ ഭാഗത്താണ് സർവീസ് റോഡ് കുറച്ച് ഭാഗത്തേക്ക് ടാറിങ് ചെയ്തിട്ടുള്ളത്. ഇനി അവിടെയുള്ള ഭാഗത്തൊക്കെ മണ്ണ് ലെവൽ ചെയ്ത് ആ ഭാഗത്ത് സോയിൽ ലൈനിങ് ചെയ്യാണോ അതോ കോൺക്രീറ്റ് വാളാന്ന് അറിയില്ല. ആ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ബാക്കിയുണ്ട്. ഇവിടെ ഒരു ഐമാസ് ലൈറ്റിൻ്റെ വലിയൊരു തൂണൊക്കെ ഇവിടെ കാണാം. അത് എവിടേക്കുള്ള അതാ ഇവിടുന്ന് പഴയത് എടുത്തു മാറ്റിയതാണെന്നാണ് തോന്നുന്നത്.
താൽക്കാലികം ഇതിലൂടെ മുകളിലൂടെ പോയി കഴിഞ്ഞാൽ താഴോട്ട് വരാൻ കുറച്ച് പ്രയാസമാണ്, കുറേ ചുറ്റി വരണം. മുകൾ ഭാഗത്താണ് റോഡ് തകർന്നു പോയ ഒരു ഭാഗം ഉണ്ടായിൻ്റെ, സർവീസ് റോഡിന്റെ ഭാഗത്ത്. നമുക്ക് തൽക്കാലം ഇതിലൂടെ പോയിട്ട് ആ ഭാഗമൊക്കെ നോക്കാം, ഇല്ലെങ്കിൽ നമുക്ക് വേങ്ങേരി ഭാഗം വരെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ മുന്നോട്ട്. ഇവിടെ റോഡിന്റെ സൈഡിൽ ഈ ഭാഗത്ത് ഡ്രെയിനേജിന്റെ ഭാഗത്ത് മണ്ണുള്ള ഭാഗത്തൊക്കെ വീണ്ടും അവർ മെറ്റൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ കണ്ട പോലെ തന്നെയുള്ള കട്ടൻ്റെ വർക്കാണ്. കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വേങ്ങേരി അങ്ങോട്ടുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ സ്ലാബുകളാണ്, അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഭാഗത്തുള്ളത് ഈ ചെറിയ കട്ട തന്നെയാണ്. ഇങ്ങനെയുള്ള കട്ട വെച്ച ഭാഗത്താണ് നമ്മുടെ മലപ്പുറം ജില്ലേൻ്റെ ഭാഗത്തൊക്കെ പൊട്ടി പോകുന്ന ഒരു കാഴ്ചകൾ ഇവിടെയും ഉണ്ട്. ചെറുതായിട്ടൊക്കെ ഇങ്ങനെ വെള്ളിച്ചകളൊക്കെ കട്ടകൾക്കൊക്കെ വെള്ളിച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ വർക്കുകൾ ഇങ്ങനെയൊക്കെയാണ്. ഇവിടെ കുറച്ച് ഭാഗത്ത് വെള്ളം ഒഴുകി പോകുന്നുണ്ട് കേട്ടോ, ഡ്രൈനേജിന് വർക്ക് ബാക്കിയുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതാണ്. ആ ഭാഗത്താണ് റോഡിന് എന്തോ പറ്റിയത്, അതെന്തായി എന്ന് ഇപ്പോൾ ഒന്നും കാണുന്നില്ല. നല്ല ഫിനിഷിങ് ആക്കിയിട്ടുണ്ട്, വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇതാണ് ഇവിടെ വന്നിട്ടുള്ള ഒരു ഓവർപാസ്. സൈഡിലൊക്കെ കുറെ വേസ്റ്റ് കച്ചറകളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് മാറ്റുമായിരിക്കാം. ഇപ്പോൾ അവിടെ ഒരു ഭാഗത്തൊരു സൈഡിലും ക്രാഷ് ബാരിയർ പോലെ ഇങ്ങനെ നീണ്ടു വന്നിട്ടുണ്ട്. ഇങ്ങനെ ചില ഭാഗത്തൊന്നും അങ്ങനെ ഇല്ല. ഓരോ ഭാഗത്തേക്കും വരുമ്പോൾ ഓരോ ഡിസൈനിലാണ് വർക്കുകളൊക്കെ. ഇവിടെ വരുമ്പോൾ കാണാം ഈ ഭാഗത്തും കട്ട വെച്ചുള്ള വർക്കുകളൊക്കെ നല്ലൊരു ഫിനിഷിങ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ആയിരുന്നു സംഭവിച്ചത്, അപകടം സംഭവിച്ചൊരു ഭാഗം. അങ്ങോട്ട് തന്നെ പോവാണ്. വർക്കേഴ്സിന്റെ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വണ്ടി അവിടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത് മാറ്റി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ നമ്മുടെ ചാനലിൽ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തരികയാണെങ്കിൽ മുന്നോട്ടുള്ള യാത്രകൾ കൂടുതൽ സാധ്യമാകുള്ളൂ. അപ്പോൾ കുറഞ്ഞ പേരൊക്കെ ലൈക്കും ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാറ് സിമ്പിൾ പരിപാടിയാണ്. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തൊരു സപ്പോർട്ട് തരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ 1000 പേര് കാണുന്നവർ ഒരു 200 പേരെങ്കിലും ലൈക്ക് ചെയ്താൽ വളരെ വലിയൊരു സപ്പോർട്ടായിരിക്കും. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇത്രയും ഭാഗത്താണ് ഇവർ ഡ്രൈനേജ് വർക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ളത്. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ആ ലോറിയൊക്കെ നിൽക്കുന്ന ഭാഗത്തു നിന്നാണ് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് ഓടി വന്നത് ഇങ്ങോട്ട്. ഇങ്ങനെയുള്ള ഭാഗത്ത് ഇപ്പോൾ മെറ്റൽ കൊണ്ടുവന്ന് നിറക്കുകയാണ് ഇവർ മിക്സ് ചെയ്ത് കണ്ടുള്ള. അപ്പോൾ ഇനിയുള്ള വർക്കുകൾ അങ്ങോട്ടുള്ള എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ആ ഭാഗത്ത് പുതിയ മാറ്റങ്ങൾ എന്താണെന്ന്. അവിടെ വേങ്ങേരി വരുന്ന ഒരു ഓവർപാസ് ഉണ്ട്, അവിടം വരെ പോയി നോക്കാം. ഇതിന് സർവീസ് റോഡിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് ഇനി ഇവിടുന്ന് കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്തൊന്നും എൻട്രി ഇല്ല. 500 മീറ്റർ കഴിഞ്ഞിട്ട് എൻട്രിയാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന് വീണ്ടും കുറച്ച് ഭാഗം അവിടെ കാണാനായിട്ട് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് വേങ്ങേരി ഭാഗത്ത് പോയി നോക്കാം, ആ ഭാഗത്ത് എന്താണ് പുതിയ മാറ്റങ്ങൾ വന്നു. എനിക്കും കാണാൻ ആഗ്രഹമുണ്ട്. നമുക്ക് അതുവഴിയുള്ളൊരു വീഡിയോ, അടുത്തൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഭാഗം നോക്കാം. അപ്പോഴേക്കും അവിടെയുള്ള വർക്കൊക്കെ ഒരു പക്ഷേ കംപ്ലീറ്റ് ആയി കാണും. വളരെ വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോഴും ഈ ഭാഗത്തൊക്കെ. ഇനി അധികം വർക്കുകളൊന്നും ഇല്ല. ഇവിടെ ഫിനിഷിംഗ് ടാറിങ് ഇനിയും വേണ്ടി വരും തോന്നുന്നത്. ഇവിടെ ലൈൻ മാർക്കിങ് ചെയ്യാനുണ്ട്, ക്രാഷ് ബാരിയറിന് പെയിന്റിങ്, അങ്ങനെയൊക്കെ വർക്കുകളുണ്ട്. അപ്പോൾ സോറി ഫ്രണ്ട്സ്, ഇവിടെ ഒരു കുറച്ച് ഭാഗത്ത് ക്രാഷ് ബാരിയർ വെക്കാത്തൊരു ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വഴി ഇങ്ങോട്ട് കടന്നിട്ടുണ്ട്. അങ്ങോട്ട് കൂടുതൽ പോകാൻ പറ്റും തോന്നില്ല, അവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇവിടെ മുകൾ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ഇവിടെയുള്ള വർക്കുകൾ കാണിക്കുക എന്നാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വലിയ കാര്യങ്ങളൊന്നും എനിക്ക് അറിയൊന്നും ഇല്ല. അപ്പം നമ്മൾ ചാനലിൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കാണിക്കാറുള്ളതും. നമ്മുടെ ഹൈവേൻ്റെ വർക്ക് എവിടെയൊക്കെ നടക്കുന്നത്, എവിടെ എന്തൊക്കെയാണെന്നുള്ള ഒരു വിവരണം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പം നിങ്ങൾ നല്ലൊരു സപ്പോർട്ട് തരിക. ഇതാണ് ഇവിടെയൊക്കെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ ഒരു ചെറിയ ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്.
അപ്പൊ ഇവിടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള ഒരു ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. മലാപ്പറമ്പ് എയർപോർട്ട്, കൊച്ചി, രാമനാട്ടുകര. അങ്ങോട്ട് നേരെ പോവുകയാണെങ്കിൽ കണ്ണൂര്, വടകര പറഞ്ഞിട്ടുള്ള ബോർഡുകളൊക്കെ കൊടുത്ത് കാണാം. ഒരു ചെറിയൊരു ജംഗ്ഷനാണ് ഇവിടെ. ഇതില് ഇവിടെ അടക്കും. ഇതിന്റെ താഴ്ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. അണ്ടർപാസിന്റെ അങ്ങോട്ടാണ് നമ്മൾ കാണിക്കാം, അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ NIT കുന്നമംഗലം വയനാട് റോഡ് ഇങ്ങനെ കറങ്ങിയിട്ടാണ് വയനാട് റോഡിലേക്ക് കയറുക. ആ വഴിയായിരിക്കും വയനാട് റോഡ് എന്ന് തോന്നുന്നത്. അങ്ങോട്ടുള്ളൊരു ബോർഡ് കാണുന്നുണ്ട്. ഇവിടെ ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട്. MVR ക്യാൻസർ സെന്റർ അങ്ങനെയൊക്കെയുള്ള ഒരു ബോർഡൊക്കെ ഇവിടെ കാണുന്നുണ്ട്. കുറച്ച് ക്ലിയർ കുറവുണ്ടാവും. ഇവിടെയാണ് അണ്ടർപാസ് കൊടുത്തിട്ടുള്ളത്, ചെറിയൊരു അണ്ടർപാസ്. ഇനി അങ്ങോട്ടുള്ള ഭാഗത്ത് സർവീസ് റോഡിന്റെ വർക്ക് അവിടെ ചെയ്യാനുണ്ട് കുറച്ച് ഭാഗത്ത്. ഇവിടെയൊക്കെ അങ്ങനെ വാഹനങ്ങൾ കടന്നു വരുന്നുണ്ട്. മലാപ്പറമ്പ് ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങളാണിത്. മലാപ്പറമ്പ് ഓവർപാസ് ആണ് അവിടെ കാണുന്നത്. ഇവിടെയാണ് ചെറിയൊരു ജംഗ്ഷൻ പോലെ ആയിട്ടുള്ള വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കുന്നുണ്ട്. ഇവിടെ അണ്ടർപാസ് കൊടുത്തിട്ടുണ്ടെങ്കിലും പിന്നെ എന്തുകൊണ്ടാണ് വാഹനങ്ങളെ ഇവിടെ ഇങ്ങനെ കടത്തി വിടുന്നതെന്ന് അറിയില്ല. വളരെ ചെറിയൊരു അണ്ടർപാസ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് താൽക്കാലികമായിട്ടുള്ള വാഹനങ്ങൾ കടന്നു പോവാണ്. വാഹനം ഇവിടെ അടച്ചു വെക്കും. പിന്നെ അങ്ങോട്ടുള്ള ഒരു ഭാഗത്ത് ഒരു ചെറിയ ഒരു കുന്നാണ്. ആ കുന്ന് ഭാഗത്തേക്കും ഈ സർവീസ് റോഡിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഈ അണ്ടർപാസ്. ഇവിടെയൊക്കെ കുറേ ഭാഗത്തേക്ക് ഇങ്ങോട്ട് കയറ്റി ടാറിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ തുറന്നു കൊടുക്കുന്ന രീതിയിലേക്ക് വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇങ്ങനെ ഭാഗത്ത് ഇനിയും വർക്ക് ചെയ്യാനുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു എൻട്രി പോയിന്റ് കൂടെയാണ്. ഇവിടുന്ന് ഹൈവേന്ന് വരുന്ന വാഹനങ്ങൾ ഇതിലൂടെ ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് ഇറങ്ങുക. ഇവിടെ എങ്ങനെയാണെന്നുള്ള ഒരു കറക്റ്റ് വർക്ക് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ റോഡ് പൊട്ടി വീണ സമയത്ത് ആളുകൾ കളിയാക്കി പറഞ്ഞിരുന്നേ ഒരു ചട്ടിയിൽ കുറച്ച് സിമെന്റ് ഒക്കെ കൊണ്ടുവന്നിട്ട് അവരിങ്ങനെ പോയിന്റ് ചെയ്യാന്ന്. അങ്ങനെ ഒരു വർക്കാണ് ഇപ്പൊ അവിടെ ചെയ്യുന്നത്. എന്താണെന്ന് അറിയില്ല. അവിടെ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ പോയിന്റിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, സിമെന്റ് ഒക്കെ കൊണ്ടുവന്ന്. അപ്പൊ നമ്മള് വേങ്ങേരി ഓവർപാസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഫുൾ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയത് കാണാം. പെയിന്റിങ് വരെ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഒരു കോണി ഉണ്ടാക്കി വെച്ച്, താൽക്കാലിക കോണ്. ഇതാ കണ്ടില്ലേ, ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള സ്ലാബുകളാണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, കണ്ടതായിരിക്കാം നിങ്ങൾ. അപ്പോൾ ഇവിടെ നിന്ന് വന്നതാണ്. ഇനിയുള്ള എന്താണ് ഇവിടുത്തെ വർക്കുകൾ ബാക്കിയെന്ന്. അപ്പോൾ ഇവിടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ ഫിനിഷിങ് വർക്കുകൾ നടക്കാനുണ്ട്. ഇവിടെയൊക്കെ റോട്ടിലൊക്കെ നിറയെ മണ്ണ് കൂടി കിടക്കുന്നതാണ്. ആ ഭാഗത്തൊക്കെ മണ്ണുണ്ട്. അതുപോലെ ഈ സ്ലാബിന്റെ മുകളിലും ഒക്കെ മണ്ണ് നിറഞ്ഞു കിടക്കുന്നുണ്ട്. കുറച്ച് ഭാഗത്ത് അവിടെ സർവീസ് റോഡ് ക്രാഷ് ബാരിയറിന്റെ വർക്ക് നടക്കാനുണ്ട്. സർവീസ് റോഡിന്റെ ഭാഗത്ത് വരുന്ന ക്രാഷ് ബാരിയറിന്റെ വർക്ക് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ആ ഭാഗത്തൂടെ ഇങ്ങനെ വാഹനങ്ങൾ ഇറങ്ങി വരുന്നത് കാണാം. ആ ഭാഗത്തൊന്നും ക്രാഷ് ബാരിയറിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇതാ കണ്ടില്ലേ, അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് അവിടം വരെ ലാസ്റ്റ് ഭാഗം വരെ ഇനി ക്രാഷ് ബാരിയറിന്റെ വർക്ക് നടക്കാനുണ്ട്. ഇവിടെ മാത്രമാണ് ക്രാഷ് ബാരിയർ കുറച്ച് ഭാഗം എന്താണെന്ന് അറിയില്ല, അവിടെ കുറച്ച് ഭാഗം മിസ്സായിട്ടുണ്ട്. അപ്പോൾ സൈഡിലുള്ള ഈ വേസ്റ്റുകളൊക്കെ വാരി എടുക്കുന്നുണ്ട്. ആ ഭാഗത്ത് ഞാൻ വരുന്ന സമയത്ത് കണ്ടിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് ഭാഗത്ത് ജോയിന്റിങ് വർക്കുകളുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നല്ല രീതിയിൽ വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മുടെ തൊണ്ടയാട് മുതൽ മലാപ്പറമ്പ്, വേങ്ങേരി ഈ ഭാഗങ്ങളിലേക്കൊക്കെ വരുമ്പോഴുള്ള പുതിയതായിട്ടുള്ള വന്നിട്ടുള്ള മാറ്റങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. അപ്പൊ വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.